എൻ്റെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ എന്നെ മറന്നൂടാ. മനസ്സിലായില്ല. ഞാനൊരു ക്ലൂ തരാടാ. ഇന്ന പിടിച്ചോ. ഗർഭിണി. ഇത് ഗർഭിണി അല്ലടാ, അല്ലേ? വണ്ണമൊക്കെ ഉള്ള ഒരാളാടാ. അങ്കിൾ ബൺ. അങ്കിൾ ബണ്ണൊന്നും അല്ലടാ. പിന്നെ ആരാ? ഇത് ഞാനാടാ, പീറ്റർ ഊട്ടി. പീറ്റർ? ഇത്രയും നാള് ഞാൻ എവിടായിരുന്നു എന്ന് നിങ്ങൾക്കറിയാവോടാ? നീ എവിടാന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാനാ? പോലീസ് ട്രെയിനിങ്ങിലായിരുന്നടാ. യൂണിഫോം ഒക്കെ നോക്കടാ. സ്റ്റാറൊക്കെ ഉണ്ടടാ, കണ്ടോ? ഇത് വേറെന്താ പരിപാടി ചെയ്ത് കിട്ടിയതാ ഉറപ്പാ? ഡെവല്യൂഷൻ പറയില്ല കേട്ടോ, ഞാൻ കഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാ. ഇതാണ് എൻ്റെ അസിസ്റ്റന്റ് സ്ക്വാഡ് ടൈര്. സ്ക്വാഡ് ടൈര് ഇങ്ങോട്ട് വാടാ. ഇതെന്താ പോലീസ് സ്റ്റേഷന്റെ സ്പെല്ലിംഗ് തെറ്റ്? നിങ്ങൾക്ക് അറിയില്ലൂടാ, എനിക്ക് സാ വരത്തില്ല ഷായ വരത്തുള്ളെന്ന്. അതുകൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചാരാ പോലീസ് സ്റ്റേഷൻ. അതെ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത, കേരളത്തിൽ സൈക്കോകളുടെ പൂണ്ട് വിളയാട്ടം. ഈ സൈക്കോ കുട്ടി എന്റെ കൈ കിട്ടിയുണ്ടല്ലോ, ഞാൻ മൈനസ് കുപ്പി പിഴിയുന്ന പോലെ പിഴിയും. ഹലോ പറയടാ. ഞാനാണ് ഷൈക്കോ, കേരളത്തെ വിറപ്പിക്കുന്ന ഷൈക്കോ. ഓ ശരി ഷൈക്കോ. ഏതോ ഒരു ഷൈക്കോ മോൻ വീണ്ടും വിളിക്കുന്നു. പറ ഷൈക്കോ മോനെ. ഞാൻ പലയിടത്തായിട്ട് ബോംബ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഷൈക്കോ മോനെ, ബോംബ് വെച്ചോ. ഇവനെന്താ പേടിയില്ലാത്തേ? ബോംബോ? ഒന്നുകൂടെ വിളിച്ചാലോ അവന്. ഹലോ ഷൈക്കോ മോനാണോ? അതെ ഷൈക്കോ മോനാണ്. ഷൈക്കോ ആണ്. അടേടാ, ഞാൻ പലയിടങ്ങളിലായിട്ട് ബോംബ് വെച്ചിട്ടുണ്ട്. നീ എവിടാ വെച്ചേക്കെന്ന് പറയാവോടാ? പറഞ്ഞു തരത്തില്ലടാ. അവൻ പറഞ്ഞു തരത്തില്ലെന്ന്. അന്ന് നിന്റെ ജീരകശോട കൊടുക്കാന്ന് പറ. അതെന്റെ ജീരോഷോടെയാ, അത് ഞാൻ കൊടുക്കത്തില്ല. ഷൈക്കോ മോനെ, നീ എന്നാ ബോംബ് വെച്ചോടാ, കുഴപ്പമില്ല. ശരി വെച്ചോവൻ. നിനക്കെന്റെ ജീരകശോട കൊടുക്കണോ അല്ലടാ? ഒരു ക്ലൂ കൊടുക്കാവനെ. ഞാൻ ബോംബ് വെച്ചതിന് നിനക്കൊരു ക്ലൂ തരാൻ. ഞാൻ കിഴക്കോട്ട് പോയി വലത്തോട്ട് പോയി മുകളിലോട്ട് പോകുമ്പോ താഴെയായിട്ട്. ഓക്കെ ശരിടാ, താങ്ക് യു. അവൻ എന്തോ പറഞ്ഞടാ? അവൻ എന്തോ പറഞ്ഞടാ, എനിക്ക് മനസ്സിലായില്ല. ഞാനാടാ ഷൈക്കോടാ. ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എന്താടാ നീ പോവാങ്ങ? എടാ ഷൈക്കോ മോനെ ഷോറിയടാ, എനിക്കൊന്നും മനസ്സിലായില്ലടാ, അതുകൊണ്ടാ. ഒരു കാര്യം ചെയ്യ്, നിന്റെ വാട്സപ്പ് നമ്പറിലെ ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, പൊക്കോ. താങ്ക്സ് ഡാ ഷൈക്കോ മോനെ. ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. നിന്റെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓണാക്കി. നെറ്റില്ലടാ. നെറ്റില്ല? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ മാപ്പ് എടുക്കും? വൈഫിനെ തപ്പാടാ. നീ ഇരിക്കടാ. എടാ ഇങ്ങനെ ഇരുന്ന് അപ്പ് ഇടാൻ തോന്നൂടാ, അതുകൊണ്ട് നിൽക്കുവാടാ. ഷൈക്കോ നിങ്ങൾക്ക് ലൊക്കേഷൻ തന്നല്ലേ, നിങ്ങൾ എന്താ പോവാങ്ങ? നെറ്റ് തീർന്നു പോയടാ. ഇല്ലയോടാ, എന്നാ നിനക്ക് ഞാൻ ഹോട്ട്സ്പോട്ട് തരാടാ, നീ കേറിക്കോ. ലൊക്കേഷൻ പറഞ്ഞാ കറക്റ്റ്. ഓക്കെടാ. പീറ്റർ നീ എന്നെ ഒഴിവാക്കുക? ഞാൻ എന്നെ ഒഴിവാക്കൂടാ, ഇത് സ്ഥലമില്ലാത്തണ്ടല്ലേടാ. ഓക്കേടാ. ഞാൻ വരുന്ന പറഞ്ഞ ആർക്കും പെറ്റൊന്നും അടിക്കല്ലേ? ഇല്ല. നേരെ നേരെ എടാ, കട്ടറിലൊക്കെ പടിയെ കൊണ്ടുപോകണടാ, നീ കെട്ടിപ്പിടിക്കാൻ തോന്നൂടാ. സോറിടാ. എടാ നേരെ 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 എടാ നേരെ നേരെ. ഇതൊന്ന് പിടിക്കുവോ? ബാലൻസ് കിട്ടുന്നില്ല. ഓക്കേടാ. നീ രക്ഷകനായോണ്ട് ഞാൻ എന്നെ രക്ഷകൻ കുട്ടീന്ന് വിളിച്ചോട്ടെ. അത് കൊള്ളാടാ. ഷൈക്കോ രക്ഷകൻ കുട്ടി. ഷൈക്കോ രക്ഷകൻ കുട്ടി, അത് കൊള്ളാം. ഇവിടെ ഇവിടെ ഈ റേഷൻ കടയില. താങ്ക്സ് ടാ. നിന്റെ ഈ സാധനം ഇതുപോലെ മറന്നു പോകില്ല കേട്ടോ, നിന്റെ സാധനങ്ങളൊന്നും. ഒന്നും ഇല്ല, നീ പെട്ടെന്ന് ചെല്ല്. ഓക്കേടാ. എടാ രക്ഷകൻ കുട്ടി, താങ്ക്സ് ടാ. ഷൈക്കോ രക്ഷകൻ കുട്ടി. പാവൻ രക്ഷകൻ കുട്ടി. ഷോ റേഷൻ കടയിൽ ഫുൾ ആളാണല്ലോ, അങ്ങോട്ട് പോവല്ലേ. ഇതെന്താ ഈ മണം? വീട്ടിലെ മന്തി. ഞാൻ വീട്ടിൽ ഊണിനെ കേട്ടിട്ടുള്ളല്ലോ, ഇത് ആദ്യമായിട്ടാ. ഇത് അടിപൊളിയാണല്ലോ. എടാ വാ മന്തി കഴിക്കാം. എനിക്ക് ബോംബ്. ബോംബൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇവിടെ നല്ല ഉഷാർ ജല്ലിക്കെട്ട് മന്തിയുണ്ട്, നമുക്ക് കഴിക്കാം. വാ. അല്ലേ ബോംബ് പിന്നെ നോക്കാം. ഇതെന്തോടി വീട്ടിലെ മന്തി? ഈ വീട്ടിലെ മന്തി എന്ന് വെച്ചാ ഒരു തൂശനിലക്കകത്ത്
ഇച്ചിരി മയണൈസ്, ഇച്ചിരി സലാഡ്, ഒരു കറുത്ത ചിരി പോലെ കുറച്ചേറെ സലാഡ് ഇട്. ഞാൻ പറയാം ഒരു സലാഡ് കുറച്ചേറെ ഇട്. കുറച്ചിട്ട്, പിന്നെ ഒരു കറുത്ത നാരങ്ങ, പിന്നെ ഇച്ചിരി മറ്റേ ടൊമാറ്റോ ചട്നി, പിന്നെ ഇച്ചിരി മന്തി റൈസ് അങ്ങോട്ട് ഇടണം. എന്നിട്ട് ആ തൊലിയുള്ള ഒരു നോർമൽ മന്തിയുടെ പീസ്. എടാ ചെസ്റ്റ് പീസ് ആണോ ലെഗ് ആണോ? ചെസ്റ്റ് വേണമെങ്കിൽ ചെസ്റ്റ്, ലെഗ് വേണമെങ്കിൽ ലെഗ്. എനിക്ക് ചെസ്റ്റ് പീസ്. ലെഗ് എടുത്തോ. ചെസ്റ്റ് പീസ് 10 രൂപ കൂടുതലായിരുന്നേ. കുഴപ്പമില്ല. എന്നിട്ട് അതങ്ങോട്ട് ഇലക്കകത്തോട്ട് വെക്കണം. എന്നിട്ട് ഇച്ചിരി പോന്ന് ആ ചെസ്റ്റ് പീസിൽ ഒരു പീസ് ഇങ്ങനെ മടി. എവിടെ ചെമ്പ്? ഇതുകൊണ്ട് അവിടെ. താങ്ക്സ്. നല്ല ടേസ്റ്റ് ആയിരുന്നടാ. താങ്ക്സ്. നാളെ വരാവേ. റേഷൻ കടയിലെ ബോംബ്. ഷൈക്കുട്ടി വീണ്ടും വിളിക്കുന്നല്ലോ. പറയടാ ഷൈക്ക മോനെ. പീറ്റർ കുട്ടി, ഞാൻ നിന്നെ പറ്റിക്കുമായിരുന്നടാ. നീ എന്നെ ചതിക്കുമായിരുന്നോടാ. എനിക്ക് നിന്നോടുള്ള സ്നേഹം അത് റിയൽ ആയിരുന്നടാ. നീ എന്തുവാടാ ഈ പറയുന്നേ? നീ അതല്ലേ ഉദ്ദേശിച്ച? ഷോറിടാ, ഞാൻ വേറെ എന്തൊക്കെ ഉദ്ദേശിച്ചു. ഞാൻ ആ റേഷൻ കടയിലല്ലടാ ബോംബ് വെച്ചത്. വീണ്ടും പറ്റീരു. അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള വീട്ടിൽ മന്തി, അവിടെയാടാ ഞാൻ ബോംബ് വെച്ചിട്ടുള്ളത്. വീട്ടിലും മന്തി നീ എവിടെ വെച്ചേ? അവിടുത്തെ മന്തി ചെമ്പിലാടാ ഞാൻ വെച്ചത്. ചെമ്പിലോ? ഞാൻ ഒരു സത്യം പറയട്ടാ, ആ മന്തി മൊത്തം ഞാൻ തിന്നടാ. ഇവിടെ എവിടെ കക്കൂശു? എടാ ഒന്ന് പറയടാ. അവിടെ. താങ്ക്സ്. പിന്നെ പുതിയ ചെമ്പിടുവാണെങ്കിലേ എനിക്ക് ഒരു പ്ലേറ്റ് മന്തി പാഴ്സൽ കേട്ടോ. ബോംബാക്രമണത്തിൽ നിന്നും കേരളത്തെ രക്ഷിച്ച പീറ്ററിന് ലോകത്തിന്റെ ആദരം. ആ പീറ്റർ കാരണം എൻ്റെ എല്ലാം പോയി, എൻ്റെ ബോംബ് പോയി. ഞാനിത് വെറുതെ വിടത്തില്ല. അടുത്തതായിട്ട് ഞാൻ ബോംബ് വെക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ എല്ലാവരും രക്ഷിച്ചു. ഞാനും ഉണ്ടായിരുന്നു. ഈവൻ ഇല്ലായിരുന്നു, ഞാൻ ഒറ്റക്കായിരുന്നു ബോംബ് കീഴടക്കിയിട്ട്. മാരടാ. ഒരു മിനിറ്റ്. ഷൈക്കുട്ടി വീണ്ടും വിളിക്കുന്ന. പറയടാ ഷൈക്കുട്ടി. ബോംബോ വീണ്ടുമോ? എവിടെ? പെട്ടെന്ന് വാ. രക്ഷൻകുട്ടി, നീ എപ്പോഴും അങ്ങനെയാടാ കൃത്യമായിട്ട് വരുന്നേ? പീറ്റർ ഞാനും. അടാ ഷൈക്കുട്ടി പറയടാ. ഞാനേ ബോംബ് വെച്ചിട്ടുണ്ടടാ. നീ പറഞ്ഞാണ്ടാ അത്. ആണോ? പിന്നെ അത് പെട്ടെന്ന് പൊട്ടുവടാ. ഞങ്ങള് വരുന്നതിന് മുമ്പ് പൊട്ടിക്കലേ, ഞങ്ങള് വന്നു കഴിഞ്ഞാൽ പൊട്ടിക്കാം കേട്ടോ. ഇല്ലടാ, പൊട്ടിക്കത്തില്ലടാ. രക്ഷൻകുട്ടി, നിനക്ക് നല്ലപോലെ ഡബിങ് അറിയാല്ലേ? ആ ഷൈക്കൂടെ സെയിം സൗണ്ട്. എടുക്കലാ. ഞാൻ ആ ഷൈക്കുട്ടി ഒന്നുകൂടെ വിളിക്കട്ടെ. ഹലോ, ഇവിടാണ് ബോംബ് വെച്ചേക്കുന്നത്. ഇവിടോ? ആ, ഇതെന്റെ വീടാടാ. അമ്മേ, അച്ഛൻ വന്ന്. ഹായ് പീറ്റർ, എന്താ നേരത്തെ? ഡ്യൂട്ടി കഴിഞ്ഞു. ലൂയിസ് കുട്ടി, അത് പിന്നെ അച്ഛ, എന്റെ കുണ്ടർ ജോയ്. ഞാൻ കിൻഡർ ജോയ് വാങ്ങിച്ചായിരുന്നടാ. എന്നിട്ട് വിഷം വന്നപ്പോ ഞാൻ അങ്ങ് അറിയാതെ തിന്നു പോയിട്ട്. അമ്മ, ഇത് ഞാൻ സമ്മതിക്കത്തില്ല. 2 മിനിറ്റിനുള്ളിൽ ഇപ്പൊ ബോംബ് പൊട്ടും. ലൂയിസ് കുട്ടി, കൃഷ് മോനെ, എൻ്റെ കയ്യിൽ 2 വാർത്തകളുണ്ട്. ഒരു സന്തോഷ വാർത്ത, ഒരു ദുഃഖ വാർത്ത. നിങ്ങൾക്ക് ഏത് വാർത്ത ആദ്യം കേൾക്കണം? പീറ്റർ, ദുഃഖ വാർത്ത ആദ്യം മതി. ദുഃഖ വാർത്ത, നമ്മളെല്ലാം മരിക്കാൻ പോവാ. വീട്ടിൽ ബോംബ് വെച്ചിട്ടുണ്ട്. പീറ്റർ എന്തായി പറയുന്നത്? പീറ്റർ, എന്താ സന്തോഷ വാർത്ത? സന്തോഷ വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല അടിപൊളി മന്തി കൊണ്ടുവന്നു. ലൂയിസ് കുട്ടി, ഈ മന്തി നമുക്ക് 3 പേർ കഴിക്കാനുള്ള ഇല്ല. വീട്ടിൽ ചോറിരിപ്പില്ലേ, ആരിക്കാലത്ത് ഇതിട്ടൊന്ന് ഇളക്കും, മിക്സ് ചെയ്ത് കഴിക്കാം. ലൂയിസ് കുട്ടി, ക്രിഷ്, ഇത് നമ്മുടെ വീട്ടിലെ ലാസ്റ്റ് ഷപ്പറാണ്. അതുകൊണ്ട് മാന്യ മര്യാദ കഴിച്ചോ. നല്ല ഷപ്പറായിരുന്നല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ അരിക്കലം മൊത്തം കാലിയാക്കിയോ? ഞാൻ അതിൻ്റെ അകത്തിലാ ബോംബ് വെച്ചത്. സൈക്കോ ആക്രമണത്തിൽ നിന്നും കേരളത്തെ വീണ്ടും പീറ്റർ രക്ഷിച്ചിരിക്കുകയാണ്. പീറ്ററിന് വീണ്ടും ആദരവ്. ഓ, അതും ചീറ്റിപ്പോയി. ഇനി ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. ഞാനാണ് നിങ്ങൾ തിരയുന്ന സൈക്കോ.
രക്ഷാൻകുട്ടി നീയോ? അതെ, ഞാൻ തന്നെയാണ്. നിനക്കിനി മുതൽ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ബോംബ് വെക്കാൻ സഹായിക്കാൻ? ഞാൻ എന്റെ ആൾക്കാരെ പറ്റിക്കാനോ? ഒരിക്കലും ഇല്ലടാ, ഒരിക്കലും ഇല്ല. ഞാൻ നിനക്ക് ധാരാളം കാശ് തരാടാ. നീ എനിക്ക് എന്തൊക്കെ തരാന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും ഇതിന് കൂട്ടി നിക്കറ്റില്ലടാ. ഒരു ചെമ്പ് മണ്ടി നന്നാലോ? നമുക്ക് ഇവിടെ ബോംബ് വെച്ചാലോ? ഇവിടെ ആകുമ്പോൾ ആരും ഒന്നും പ്രതികരിക്കാൻ പറ്റില്ല. നമുക്ക് നൈസായിട്ട് അവിടെ ബോംബ് വെക്കാരാ. എനിക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നങ്ങേ? ബുദ്ധി വേണടാ, ബുദ്ധി. പവർ ഓഫ് മന്തി. പാടാ. വീണ്ടും കേരളത്തിൽ സൈക്കോ ആക്രമണം കാരണം ദാരുണ അന്ത്യം. ഒന്നും അറിയാതെ മോർച്ചറിൽ അന്ത്യശ്വാസം വെടിഞ്ഞിരുന്ന കുറെ അധികം ഡെഡ് ബോഡികളാണ് മരിച്ചു വീണത്.